സുബിൻ്റെ വീട്ടുകാരെന്ന പരാതിയിൽ അവനൊന്ന് ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിലെത്താത്തതുകൊണ്ടാണ് അവർ സ്കൂളിൽ അന്വേഷിച്ചത്. അപ്പോൾ അവൻ സ്കൂളിലും ചെന്നിട്ടില്ല. അതിന് ശേഷമാണ് അവർ സ്റ്റേഷനിൽ വന്നത്. ഈ പയ്യൻ സ്കൂൾ ബസ്സിലല്ലേ പോണേ? സ്കൂൾ ബസ് എന്തോ 2 ദിവസമായിട്ട് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. അല്ലാത്തപ്പോൾ അവനോട് ബസ് കയറാറ്. ഈ പയ്യൻ എവിടെ പഠിക്കണേ? ഡീപ്പോൾ സ്കൂളിൽ. ഏതിൽ? 7ാം ക്ലാസ്സിൽ. ഈ സുബിൻ്റെ വീട് എവിടെയാണ്? ഇവിടെ അടുത്താണ് സാർ. നിങ്ങൾ സ്റ്റേഷനിൽ വന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കായിപ്പോയി. എൻ്റെ മോനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ സാറേ? നിങ്ങൾ ടെൻഷനാവണ്ട, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സുബിനെ കാണാതായതിനു ശേഷം എന്തെങ്കിലും സംശയം തോന്നുന്ന കോളോ മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നു? ഇല്ല സാറേ, അങ്ങനെയൊന്നും വന്നിട്ടില്ല. മോൻ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല സാറേ, അങ്ങനെ ഒരു പ്രശ്നമില്ല. നിങ്ങളോട് ആർക്കെങ്കിലും എന്തെങ്കിലും മുൻവൈരാഗ്യം വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല സാർ. ഒരു കുഴപ്പമില്ല. എനിക്ക് സുബിൻ്റെ മുറി ഒന്ന് കാണണം. അവനങ്ങനെ പ്രത്യേകം മുറിയൊന്നുമില്ല, ഞങ്ങളുടെ കൂടെ തന്നെയാണ് കിടന്നിരുന്നത്. ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല സാറേ. ഞാനും അന്വേഷിക്കാൻ വേണ്ടി പോയിരിക്കാം സാർ. പക്ഷേ ഇവളോട് ഒറ്റയ്ക്കായി പോകും. എനിക്ക് എൻ്റെ കുടുംബമെല്ലാം പുറത്താണ് സാർ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല സാർ. നിങ്ങൾ ടെൻഷനാവണ്ട, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ. സുബിൻ്റെ ഫുഡ് സൈസ് 6 അല്ലേ? അതെ. എന്താ സാർ? ഇല്ല, ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ചത്. ഓക്കെ. അലക്സാ, സുബിൻ്റെ ഫോട്ടോ കയ്യിലുണ്ടല്ലോ? ഉണ്ട് സാർ. 9 മണിക്കും 10 മണിക്കും ഈ റൂട്ടിൽ ഓടിയിട്ടുള്ള ബസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കണം. അവർക്ക് ഈ സുബിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അവരാരെയും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, ചുരുറങ്ങി പോകുന്ന വണ്ടികൾ, ഇതെല്ലാം സെർച്ച് ചെയ്യണം. ഇനി ഇവിടെ നിന്നൊന്നും ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീപ്പോൾ എന്നല്ലേ പറഞ്ഞ് അവൻ പഠിക്കുന്ന സ്കൂൾ, അവിടെ ചെന്നിട്ട് പ്രകാശൻ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് നമ്മളൊന്ന് അന്വേഷിക്കണം. അവർക്ക് അറിയുമെന്ന് ചോദിക്കണം. സാറ് പറയുന്നത് ഈ സുബിൻ്റെ മിസ്സിങ്ങും പ്രകാശിൻ്റെ മിസ്സിങ്ങും തമ്മിൽ ബന്ധമുണ്ടെന്നാണോ? ബന്ധമുണ്ടെന്നല്ല, ചിലപ്പോൾ ബന്ധം ഉണ്ടാവാം. കാരണം ആദ്യം മിസ്സിങ് ആയത് ഒരു അധ്യാപകൻ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ്. നോക്കാം. അതെ ഫെലിക്സ്, ഇന്ന് അതുവഴി പോയ ബസ്സിൽ ആ പയ്യൻ കയറിയിട്ടില്ല സാർ. ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ടീച്ചേഴ്സ് മീറ്റിങ്ങിനോ വല്ല യുവജനോത്സവത്തിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ചിട്ട്? ഇല്ല സാർ. ദൈവത്തിന്റെ വചനം വീട്ടിൽ സ്വന്തമായിട്ട് ബൈബിളില്ലാതെ സെമിനാരിൽ ചേർന്ന ഏക വ്യക്തിയാണ്. ഒരു വചനം പോലും അറിയില്ല, വീട്ടിലൊരു ബൈബിളില്ല. ആരാട്ടാ? സാറേ, ലിജോന്റെ ആന്റി ഈ നെടുങ്കണ്ടത്തോട്ട് പോകുന്ന വഴിയിലുള്ള സെന്റ് പീറ്റേഴ്സ് ചർച്ച് പാരിഷ് ഹാളിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു 10 ദിവസത്തെ ധ്യാനമുണ്ട്. അപ്പോൾ ധ്യാനം തുടങ്ങിയിട്ട് 4 ദിവസമായി. ഇവരിപ്പോഴാണ് വന്നത്. എനിക്കെന്തോ ഡൗട്ടുണ്ട് സാർ. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരാം. ഓക്കെ സാർ. പക്ഷേ ഇവിടെ ധ്യാനം കൂടാൻ വന്നിട്ടുള്ളവരിൽ മനു, ലിജു അങ്ങനെ 2 പേരുണ്ട്. മനു, ലിജോ അങ്ങനെ പേരുള്ള ആരും ഇവിടെ ഇല്ല. ഫെലിക്സ് ഫോട്ടോസ് ഒന്ന് കാണിക്കും. സാർ ഇവർ 2 പേരോട് ഉണ്ട്, പക്ഷേ പേര് ഇതല്ല.
അതാരോട് കൊട്ടേഷനായിരുന്നു? മോഹനെ തീർക്കാൻ പറഞ്ഞതാരാ? മോഹനെ തീർക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? സർ മോഹനെ തീർക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? പറയ്. സർ 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 ഫോൺ ഫോൺ ഹലോ